ഒരാഴ്ചക്കകം സത്യവാങ്മൂലം നൽകണം, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം. ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധി അത് ചെയ്യുമോ? ചെയ്യത്തില്ല. ചെയ്യാതിരുന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇലക്ഷൻ കമ്മീഷന് വേണമെങ്കിൽ ഒരു കേസൊക്കെ എടുക്കാം. അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട് അവരുടെ വെബ്സൈറ്റിൽ. ഇലക്ഷൻ കമ്മീഷനെ പറ്റി നമ്മൾ യൂട്യൂബിലൊരു പ്രോഗ്രാം ചെയ്തെന്ന് വെച്ചോ, അതിന് താഴെ ഇലക്ഷൻ കമ്മീഷൻ്റെ പരസ്യം വരും. ഇലക്ഷൻ കമ്മീഷനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, അതിൻ്റെ പദവിയെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേസെടുക്കാൻ പറ്റും. രാഹുൽ ഗാന്ധി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കള്ളന്മാരാണ്, അവരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അവർക്ക് വെറും ഒരു ഡിഫമേഷൻ കേസ് മുതൽ അവരുടെ വകുപ്പനുസരിച്ച് ഉള്ള കേസുകൾ വരെ എടുക്കാത്തതാണ്. എന്തെടുക്കാതെ വിട്ടതാണ്. അത് കേസും വഴക്കും കൂട്ടമൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഭംഗിയല്ല എന്ന് വിചാരിച്ചു. ഒരുപാട് ഈ സ്ഥാപനത്തെ ഇതുപോലെ അപമാനിച്ച് നശിപ്പിച്ച് വലിച്ചു കയറിയിട്ടിരിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഇപ്പോൾ അതിൻ്റെ കൂടെ നോട്ടീസ് അയക്കേണ്ട ആൾക്കാരുടെ പേരൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും അവരെല്ലാം കവർ ചെയ്തു. മാനനഷ്ട കേസ് വരുന്നത് അങ്ങനെയാണല്ല. മാനനഷ്ടം വരുത്തിയ ആൾ മാത്രമല്ല, ഇയാളിത് പരസ്യമാക്കിയതിലൂടെയാണ് മാനനഷ്ടം വന്നത്. പരസ്യമാക്കിയത് ആരാണ്? മാധ്യമങ്ങളാണ്. അപ്പം മാധ്യമങ്ങളെ കൂടെ അതിനകത്ത് കുറച്ചുപേരെ എതിർകക്ഷിയാക്കിയാലും കുഴപ്പമില്ല. ഇപ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാവരും ചെയ്യണമൊന്നുമില്ല. നമ്മുടെ രാജേഷ് കൃഷ്ണ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. രാജേഷ് കൃഷ്ണയുടെ ഒന്നാം എതിർകക്ഷിയാണ് മുഹമ്മദ് ഷർഷാദ്, രണ്ടാമത്തത് ഏഷ്യാനെറ്റാണ്, മൂന്നാമത്തത് മാതൃഭൂമിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫൈറ്റിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറില്ല. അവർ കുറച്ചുകൂടെ ഗ്രേസ്ഫുള്ളായിട്ട്, ഇപ്പം രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന ഒരു കൗണ്ടർ പത്രസമ്മേളനം അവർ നടത്തി. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി അടുത്തത് നടത്തിട്ട് അതിന് കൗണ്ടറായിട്ട് ഇവർ നടത്തും. അങ്ങനെ പത്രസമ്മേളനത്തിൽ മറുപടി കൊടുത്തു പോകാം. കാരണം രാഹുൽ ഗാന്ധി ഈ പരാതി എഴുതി കൊടുക്കില്ല. എഴുതി കൊടുക്കാനുള്ളൊരു പരാതി അങ്ങേർക്ക് ഇല്ല. അങ്ങേർക്ക് ഈ വാചകം അടിച്ചൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പുള്ളി നോക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാനേഷ് കുമാർ, അങ്ങേര് നല്ല വാക്സാമർത്ഥ്യമുള്ളൊരു മനുഷ്യനാണ്. എന്താ പുള്ളി ഹിന്ദിയിൽ അടിക്കുന്ന അടി, അത് സ്വരം താഴ്ത്തി നല്ലൊരു പൊളിറ്റീഷ്യനെ പോലെ പുള്ളി ഇത് ചെയ്തു. അതുപോലെ ഇപ്പം വ്യാപകമായിട്ടൊരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. ഈ പ്രശാന്ത് രഘുവംശം വളരെ ബുദ്ധിമുട്ടി ഒരു ചോദ്യം പുള്ളിയോട് ചോദിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞിട്ട് പുള്ളി നെക്സ്റ്റ് എന്ന് പറയുന്നു. ഉത്തരമില്ല ഇലക്ഷന്. ഉത്തരമില്ലായിട്ടല്ല, അടുത്ത ആളിൻ്റെ ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് മതിയല്ല. ദ ഹോൾ തിങ് ഈസ് എ നോൺസെൻസ്. ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതുപോലെയുള്ള പരിഹാസം ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതൊരു ഭൂഷണമായിട്ട് ഇവരെടുക്കുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി യോഗേന്ദ്ര യാദവിനെ സുപ്രീം കോടതി അഭിനന്ദിച്ചു. എന്താണ് വാർത്ത വന്നത്? അതെ, കളിയാക്കിയതാണ്. അതായത് ഇതിനു മുമ്പ് ഒരു ക്ലാസ് കളിയാക്കൽ നടന്നത് നമ്മുടെ ശബരിമല ആർഗ്യുമെൻറ്റ്സ് നടന്നില്ല. അതിൽ സായി ദീപക് ഒരുപാട് ആർഗ്യൂ ചെയ്തു. കുറച്ച് ആർഗ്യൂ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പ്രോത്സാഹിപ്പിച്ചു. ബ്രൈറ്റ് യങ് അഡ്വക്കേറ്റ്, വി ലൈക്ക് യുവർ ഇറുഡിഷൻ, പ്ലീസ് കണ്ടിന്യൂ. സായി ദീപക് അങ്ങ് അടിച്ചുവിട്ട് പുള്ളി ശരവേഗത്തിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടില്ല. അതങ്ങനെയൊക്കെ സംസാരിച്ചു. ഒടുവിൽ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, ഒറ്റ ലൈനാണ്. ലേണഡ് കൗൺസിൽ ഫോർ spoke too much about this subject, but everything was beyond the scope of the petition. നൈസ് പണിയായി പോയി. പിന്നെ ഒറ്റ ലൈനിലങ്ങ് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, സായി ദീപകിനെ എല്ലാവരും കൂടെ ആഘോഷിച്ചു. സായി ദീപക് മിടുക്കനാകുന്നത് അവിടെ മുതലാണ് ഏകദേശം അറിയപ്പെടുന്ന ആളാണ്, ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ബട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇദ്ദേഹം മനോഹരമായിട്ട് സംസാരിച്ചു, പക്ഷേ കേസിൻ്റെ കാര്യമല്ല, എല്ലാം വിഷയത്തിന് പുറത്തായിരുന്നു. അങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രശാന്ത് രഘുവംശത്തെ ചുമ്മാ അങ്ങ് ഡിസ്മിസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ചോദ്യം കൂടെ കേട്ടിട്ട് മറുപടി പറയാനാവാം, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ ഏതായാലും അതിന് ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്നറിയാമോ? ഉത്തരമില്ല, അങ്ങേർക്ക് ഉത്തരമില്ല, അതുകൊണ്ട് അടുത്തത്. എന്തുത്തരമില്ല?
ഇവർക്ക് വോട്ടർ പട്ടിക എന്താണെന്നോ ജനപ്രാതിനിധ്യ നിയമം എന്താണെന്നോ ഒന്നും അറിയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് സുനിലെ, എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ എൻ്റെ വിഷയമാണ്, നാട്ടുകാരുടെ വിഷയമല്ല, പൊതു താല്പര്യമല്ല. അത് വ്യക്തി താല്പര്യമാണ്. വ്യക്തി താല്പര്യമാണ്. വോട്ട് ഒരു മൗലികാവകാശമല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ്. നിയമം വഴി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവകാശമാണ്. നിയമം വഴി അത് എടുത്തു കളയുകയും ചെയ്യാം. ഫണ്ടമെൻ്റൽ റൈറ്റ് നിയമം വഴി എടുത്തു കളയാൻ പറ്റില്ല. ഭരണഘടന പറയുന്നതാണ്. ഈ വ്യത്യാസമൊന്നും ആർക്കും അറിയില്ല. ജയിലിലുള്ളവർക്ക് വോട്ടുണ്ടോ? ഇല്ല. അത് നിയമം വഴി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ തലവേദനയാണ്. ഒരുപാട് പേരെ ഇതുപോലെ ചേർത്തിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷനിൽ ചെന്ന് കണ്ടിട്ട് കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂരെ പറ്റി ബഹളം വെച്ച ആൾക്കാരെന്താ ചെയ്തത്? ടി.എൻ. പ്രതാപൻ പോയി ഇലക്ഷൻ കമ്മീഷനെ കണ്ടു, ഇല്ലേ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നോക്കട്ടെ, അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താമെന്ന് പറഞ്ഞു. കഴിഞ്ഞു. അതുകൂടാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പോലീസിലും ഒരു പരാതി കൊടുത്തു. കാരണം വോട്ട് മോഷണമാകുമ്പോൾ അത് പോലീസ് റിപ്പോർട്ട് ചെയ്തു. അതും ചെയ്തു. പോലീസ് അതെടുത്ത് നിയമോപദേശത്തിന് വിട്ടു എന്ന് പറഞ്ഞിട്ട് അവരും കൈകഴുകി. ബട്ട് ഒരു കാര്യം, ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ടു. വി.ഡി. സതീശൻ ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ടു. രാഹുൽ ഗാന്ധി പോയി കാണുകയുമില്ല. നിങ്ങളുടെ പരാതി എന്താണെന്ന് എഴുതിയിട്ട് താഴെ ഒപ്പിട്ട് എനിക്ക് താ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയില്ല. കാരണം പരാതി എഴുതാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റു, അതുകൊണ്ട് അത് കള്ളത്തരമാണെന്നൊരു പരാതി കൊടുക്കാൻ പറ്റുമോ? ഇനി ഇലക്ഷൻ നേരായ മാർഗത്തിലല്ല നടന്നത്, ഞാനായിരുന്നു അവിടെ ജയിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഇലക്ഷൻ പെറ്റീഷനാണ്. അത് ചെയ്തു ഹൈക്കോടതിയിൽ കൊടുക്കണമായിരുന്നു. അത് 45 ദിവസങ്ങളിൽ കൊടുക്കും. പക്ഷേ ഈ 45 ദിവസത്തിനും കഴിയുമ്പോഴത്തേക്ക് CCTV ഫുട്ടേജ് എല്ലാം കളഞ്ഞു. അതിനുള്ള നിയമം BJP ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. ചട്ടം അങ്ങനെയാണെന്ന് ആരുണ്ടാക്കിയതാണെങ്കിലും ചട്ടം അങ്ങനെയാണ്. ആ ചട്ടമനുസരിച്ചല്ലേ ഇലക്ഷൻ കമ്മീഷന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ലോക്സഭയിൽ ഇന്ന് വരെ നിങ്ങൾ ഈ ചട്ടത്തിൻ്റെ ദോഷമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞില്ല. എനിക്ക് മനസ്സിലാകാത്തത് CR പരമേശ്വരനെ പോലെയുള്ള ബുദ്ധിജീവികൾ ഈ വീഡിയോ കളയുന്നത് എന്തിനാണ്, അത് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു. എത്ര കാലം ഇത് വെച്ചുകൊണ്ടിരിക്കണം പരമേശ്വര? ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വളരെ സെൻസിബിളായിട്ടൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടുള്ളത് CR പരമേശ്വരനാണ്. ബട്ട് ഈവൻ ഹീ ഈസ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. ഇത് എത്ര കാലം വെച്ചുകൊണ്ടിരിക്കും? എത്ര കാലം വെച്ചുകൊണ്ടിരിക്കണം വീഡിയോ? നേരത്തെ മുതൽ അത് BJP കൊണ്ടുവന്നു. അതിന് മുമ്പും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 45 ദിവസത്തിനകമാണ് ഇലക്ഷൻ ഇത് കൊടുക്കുന്നത്. അപ്പോൾ 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ എവിഡൻസ് നശിപ്പിക്കും. ഇത് എത്ര കാലം ഇത് വെച്ചുകൊണ്ടിരിക്കണം? ഈ VVPATൻ്റെ റെസീറ്റ്. വേറൊരു തമാശ എന്താണെന്നറിയാമോ? VVPATൻ്റെ റെസീറ്റ് മുഴുവൻ എണ്ണണം. അങ്ങനെയാണെങ്കിൽ പിന്നെ പഴയ ബാലറ്റ് പേപ്പറിലേക്ക് പോയാൽ മതിയല്ലോ. ഇത് ചെയ്തത് എന്തിനാണ്? ഒന്ന്, കോടിക്കണക്കിന് രൂപയുടെ കടലാസാണ് ബാലറ്റ് പേപ്പർ അടിക്കാൻ. പിന്നെ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, ബാലറ്റ് പേപ്പറിൻ്റെ അതിൻ്റെ സേഫ്റ്റി. കാരണം നോട്ടടിക്കുന്ന പോലെയാണല്ലോ ഈ സാധനം അടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കളറ് സംഗതി ഇതൊക്കെ ചേർത്ത് കള്ള ബാലറ്റ് പേപ്പർ ഉണ്ടാക്കാൻ നമുക്ക് വലിയ തലവേദനയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത്. അതൊരു രാജീവ് ഗാന്ധിയുടെ ആവശ്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ ഇനിയോ ബാലറ്റ് വേണ്ട, മെഷീൻ വേണമെന്നുള്ളത്. അതിനു മുമ്പ് തന്നെ ആ ആവശ്യം ഉയർന്നിരുന്നു. രാജീവ് ഗാന്ധി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. ആദ്യം ടെസ്റ്റ് ആയിട്ട് നമ്മുടെ വടക്കമ്പൂർ അത് കേസിൽ കലാശിച്ചു. സുപ്രീം കോടതിയിൽ വരെ പോയി. അന്ന് AC ജോസും ശിവൻപിള്ളയും തമ്മിൽ അത് കുറച്ച് 50 ബൂത്തിലോ മറ്റോ ആണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധന. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞു ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇതില്ല EVM, അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സാധുവല്ല. അത് പുലിവാലായി. ജനപ്രാതിനിധ്യ നിയമം മോഡിഫൈ ചെയ്തിട്ടാണ് EVM കൊണ്ടുവരുന്നത്. EVMന് വിശ്വാസ്യതയില്ല. കാരണം എൻ്റെ വോട്ടിങ്ങനെ ഞാൻ P എന്ന് പറഞ്ഞ് അടിക്കുന്നു, വോട്ട് എവിടെ പോകുന്നു എൻ്റെ? അത് ട്രേസബിൾ ആയിരിക്കണമല്ലോ. അങ്ങനെ ട്രേസബിൾ ആക്കാനാണ് വോട്ടർ വെരിഫയബിൾ പേപ്പർ ട്രെയിൽ VVPAT ഉണ്ടാക്കിയത്. ബട്ട് ട്രെയിൽ ചെയ്യുക. ഇപ്പോൾ സുനിലിൻ്റെ വോട്ട് ഒരു ഡിസ്പ്യൂട്ടായിട്ട് വരുന്നു. ഹൈക്കോടതിക്ക് ഇതെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഈ സുനിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് മറ്റേ ബാലറ്റ് പേപ്പറിലും കണ്ടുപിടിക്കാം. ബാലറ്റ് പേപ്പറിന് സീരിയൽ നമ്പറുണ്ട്,
നമ്മൾ ഒപ്പിട്ട് അതിൻ്റെ കൗണ്ടർ ഫോയിലും ഉണ്ട്. ഇത് തമ്മിൽ മാച്ച് ചെയ്തിട്ട് മോഹൻദാസ് BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് മോഹൻദാസിനെ ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത് ട്രേസ് ചെയ്യാൻ പറ്റും. അതിനാണ് VVPAT കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവരെല്ലാം ജീവനോടെ ഉണ്ട്. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ജീവനോടെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. EVM കള്ളത്തരമാണെന്ന് പറഞ്ഞു, വന്ന് നിങ്ങൾ കള്ളത്തരം കാണിച്ചതാണെന്ന് പറഞ്ഞു, ആരും പോയില്ല. ഇന്നത്തെ പോലെ തന്നെ അന്ന്. ഇന്ന് വോട്ടർ പട്ടികയിൽ കള്ളത്തരം, ശരി, എവിടെയാണ് കള്ളത്തരം, എന്താണ്? ഇനി പോട്ടെ, കള്ളത്തരം മാറ്റാനായിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതും സമ്മതിക്കില്ല. 1300 കിലോമീറ്റർ യാത്ര ബീഹാറിൽ തുടങ്ങിയിട്ടുണ്ട്. അത് തിരുത്താതിരിക്കാൻ, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പാടില്ല, ഒരു തെറ്റും മാറ്റാൻ പാടില്ല. എന്തൊരു കഷ്ടം. എന്നിട്ട് എല്ലാവരും പത്രങ്ങളും ഒക്കെ വെണ്ടയ്ക്കാൻ നിർത്തും, ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല എന്ന് പറയും. എന്ത് മറുപടിയില്ല? ചോദ്യം എന്താ? ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കേരളത്തിലെ മീഡിയയെ വെല്ലുവിളിക്കുന്നു. രാഹുൽ ഗാന്ധി റേസ് ചെയ്ത് പത്രസമ്മേളനം നിങ്ങൾക്ക് കാണാപ്പാഠമാണല്ലോ. രാഹുൽ ഗാന്ധി റേസ് ചെയ്ത ചോദ്യങ്ങൾ 1, 2, 3 ഇത് നിങ്ങൾ പറ. ഈ പറയുന്ന നിമിഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്ത് കഥയില്ല. ഒരാളിൻ്റെ അഡ്രസ്സില്ല. ഒരാളിൻ്റെ അഡ്രസ്സ് ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്താ? വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം ഇൻ ദാറ്റ്? അഡ്രസ്സ് ഇല്ലാത്തവനല്ലേ ആ പ്രോബ്ലം റേസ് ചെയ്യേണ്ടത്? ലോക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. എനിക്ക് വോട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുനിലിന് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. സുനിൽ വഴക്കൊക്കെ ഉണ്ടാക്കി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എനിക്ക് വോട്ട് വേണ്ട, ഞാൻ ചെയ്യുന്നില്ല. അതെ, നമ്മുടെ എന്താ വോട്ട് ചെയ്യാതിരിക്കുന്നതോ വോട്ടർ പട്ടികയിൽ പേരില്ലാതിരിക്കുന്നതോ ഒരു കുറ്റമൊന്നുമല്ല. അങ്ങനെ കുറ്റമാകുന്ന നാടുകളുണ്ട് കേട്ടോ. നിർബന്ധമായിട്ട് വോട്ട് ചെയ്തിരിക്കണം പറഞ്ഞ് ചട്ടമുള്ള നാടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല. പക്ഷേ ചേട്ടാ, ഇതിനകത്ത് ഈ മൊത്തത്തിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒരു ചെറിയ വിഭാഗം ജനങ്ങൾക്കെങ്കിലും ഒരു ആശങ്ക, സംശയം ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടില്ല. ഇത് കുറച്ച് ദിവസത്തേക്ക് മാറും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. കാരണം ഇത് ടൈം ആൻഡ് അഗെയിൻ ഇത് സംഭവിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഇതിൻ്റെ ഉസ്താദ്. 2019 രമേശ് ചെന്നിത്തല കള്ളവോട്ട് എന്നൊക്കെ പറഞ്ഞ് വാൻ ബഹളം വെച്ച് ഹൈക്കോടതിയിലേക്ക് പോയി. 2021 ആ ബഹളമൊക്കെ വെച്ചു, ഒന്നും സംഭവിച്ചില്ല. അന്നും ഇലക്ഷൻ കമ്മീഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇപ്പോൾ എന്ത് പ്രശ്നമാണെന്നാണ്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രശ്നം പരിശോധിക്കാൻ പറ്റുള്ളൂ. വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്തു പോയി, നിങ്ങളുടെ പരാതി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പരിശോധിക്കാം. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ബോധ്യം വരുന്നത് കണ്ടില്ലേ? സമയത്ത് ഇത് ചെയ്ത ആള് അടൂർ പ്രകാശാണ്. അതെ അതെ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടും അതും ഇതുമൊക്കെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് അടൂർ പ്രകാശ് ജയിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണെന്ന്. ഏതായാലും ഹി ഡിഡ് എ ഗുഡ് തിങ്, ക്ലെൻസിങ് ദ ഇലക്ട്രൽ വോട്ടർ ലിസ്റ്റ്. അപ്പോൾ ഈ സ്വാഭാവികമായും വിവാദം തനിയെ കെട്ടടങ്ങും എന്നാണ്. പിന്നെ അത് അധികകാലം അതിന് ആയുസില്ല. ഇപ്പം ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് ഉയർത്തിയത് തന്നെ. ഇനി രാഹുൽ ഗാന്ധിയുടെ മേജർ ഈ സോറോസ് ടൈപ്പ് ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതിൽ ഇലക്ഷൻ കമ്മീഷനെ താറടിച്ച് അതിൻ്റെ വിശ്വാസ്യത കളഞ്ഞിട്ട് നരേന്ദ്രമോദിയെ ചുമ്മാ ആള് കൂടിയിട്ട് തള്ളി പുറത്താക്കിയിട്ട് രാഹുൽ ഗാന്ധി കയറിയിരിക്കും. ബംഗ്ലാദേശ് മോഡൽ. പക്ഷെ അത് അത്ര എളുപ്പമൊന്നുമില്ല ബംഗ്ലാദേശിലെ പോലെ. അല്ല, അത് എളുപ്പമല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അത് ചെയ്യണമെന്നുണ്ട്. കാരണം നേരായ മാർഗത്തിലൂടെ ഇദ്ദേഹം അധികാരത്തിൽ വരില്ല. പിന്നെ ചെയ്യാവുന്നത് ഒരു 10-30,000 ആൾ കൂടിയിട്ട് പാർലമെൻറ്റ് വളഞ്ഞ് ജനകല്യാൺ മാർഗ്, മോദി താമസിക്കുന്ന വീട് വളഞ്ഞ് അങ്ങനെ വൻ പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെയാണല്ലോ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ ഓടിച്ചത്. അത് ഇന്ത്യയിലും ചെയ്യാമെന്നാണ് പുള്ളിയുടെ പരിപാടി. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നോക്കിയോ, ഇനി അടുത്ത അറ്റാക്ക് വരാൻ പോകുന്നത് റിസർവ് ബാങ്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉറപ്പായിട്ട് അത് ചെയ്യും. അങ്ങനെ ഏതായാലും രാഹുലിൻ്റെ യാത്ര നടക്കട്ടെ, നോക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.